ദുഷ്കർമ്മങ്ങൾ കൊണ്ടു ജീവിച്ച ദോഷങ്ങൾ സത്കർമ്മങ്ങൾ കൊണ്ടു മാറിക്കിട്ടും. സദ്ഗുരുവും തന്റെ സന്യാസവൃന്ദവും ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ ദോഷം തീരും. ദുഷ്കർമ്മങ്ങൾ കൊണ്ടു ജീവിച്ച ദോഷങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ടു മാറിക്കിട്ടും. സൽഗുരുവും തന്റെ സന്യാസവൃന്ദവും ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ ദോഷം തീരും. ആദിനാഥൻ തന്റെ അവതാരകാലത്ത് ജന്മമെടുക്കുന്നു സന്യാസിമാർ. ആദിനാഥൻ തന്റെ അവതാരകാലത്ത് ജന്മമെടുക്കുന്നു സന്യാസിമാർ. ദേവന്മാർ ദേവിമാർ മർത്യശരീരത്തിൽ മർത്യരായി കൂടെ വസിച്ചിടുന്നു. ദേവന്മാർ ദേവിമാർ മർത്യശരീരത്തിൽ മർത്യരായി കൂടെ വസിച്ചിടുന്നു. അവതാരമഹിമകൾ മർത്യരിലറിയിപ്പാൻ ഇവർ തന്നെ കച്ചകെട്ടി ഇറങ്ങി. അവതാരമഹിമകൾ മർത്യരിലറിയിപ്പാൻ ഇവർ തന്നെ കച്ചകെട്ടി ഇറങ്ങി. നിയമജ്ഞന്റെ നിയമം സ്വീകരിച്ചുകൊണ്ട് മർത്യരെ നിയമത്തിൽ ചേർത്തി. എല്ലാം നടത്തണേ സർവശക്ത, എല്ലാറ്റിലും അങ്ങ് വാഴണമേ. എല്ലാറ്റിലും അങ്ങ് വാഴണമേ. എല്ലാം നടത്തണേ സർവശക്ത, എല്ലാറ്റിലും അങ്ങ് വാഴണമേ. ദൈവത്താൽ സ്ഥാപിച്ച ആദർശത്തെ ദൈവം തന്നെന്നും നടത്തേണമേ. ദൈവത്താൽ സ്ഥാപിച്ച ആദർശത്തെ ദൈവം തന്നെന്നും നടത്തേണമേ. ദൈവം സ്വീകരിച്ച ആത്മാക്കളെ ദൈവം തന്നെന്നും രക്ഷിച്ചിടണേ. ദൈവം സ്വീകരിച്ച ആത്മാക്കളെ ദൈവം തന്നെന്നും രക്ഷിച്ചിടണേ. ദൈവം സ്വീകരിച്ച ആത്മാക്കളെ ദൈവം തന്നെന്നും രക്ഷിച്ചിടണേ. ശാന്തിയായി വാഴണേ ആത്മനാഥ, ആനന്ദമേകണേ ആത്മനാഥ. ശാന്തിയായി വാഴണേ ആത്മനാഥ,
രാജ്യത്തിൽ പരമാ പരിചോടെ വസിക്കുന്നു കരുണാമൂലം. ജാതി മതഭേദം പോയി മനസ്സൊരുമിച്ചു കിട്ടി. ജാതി മതഭേദം പോയി പരമപാദത്തിലെത്തി പരിശുദ്ധരായി. പരമാത്മസ്വരൂപനാകുന്ന പരമഗുരു പാരിടത്തിൽ വന്ന് സ്ഥാപിച്ച ഉന്നതമായ ഈ പരമാനന്ദ ലോകത്തിൽ ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ ഓമന സന്താനങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേരുവാനും മുഖാമുഖം കാണുവാനും ആരാധിച്ച് ആനന്ദിക്കുവാനും മഹാശക്തി അനുവദിച്ച ഈ ദിവ്യമായ അവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഉന്നതനാകുന്ന ഉടമസ്ഥൻ ശരീരങ്ങളെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ലോകാന്ത്യം വരെ വാഴും എന്നൊരു കൽപ്പനയോടുകൂടിയാണ് ആദ്യ തിരുവുടൽ മാറിയത്. ആ ശരീരമാറ്റത്തിനു ശേഷം 12 സംവത്സരങ്ങൾ വളരെയേറെ ദുഃഖത്തോടുകൂടി നമ്മുടെ സന്താനങ്ങൾ ലോകത്തിലെങ്ങും അലഞ്ഞു തിരിയേണ്ട ഒരവസ്ഥയുണ്ടായി. എന്നാൽ 12 വർഷത്തിന് ശേഷം ഉന്നതമായ ആ തിരുശബ്ദത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് മഹാശക്തി മഹാധീരതയോടുകൂടി ചൈതന്യവത്തായി ഉദിച്ചുയർന്ന് കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി ഉത്രാടത്തിലേക്ക് ഉദയം ചെയ്ത് വാണിരുന്നുകൊണ്ട് ആത്മബോധോദയ സംഘത്തെയും സ്ഥാപകനാകുന്ന ഗുരുവിനെയും ലോകരംഗത്തേക്ക് പ്രകാശിപ്പിച്ച് 26 സംവത്സരക്കാലം അത്ഭുത കലകളോടുകൂടി വാണിരുന്നു. ആ വാഴ്ചക്കാലത്താണ് ആദ്യമുണ്ടായിരുന്ന ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഒന്ന് മാറി സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യമായ ലോകത്തിൽ സ്ഥാപിക്കുവാനും സന്താനങ്ങൾക്ക് സ്വാതന്ത്ര്യമായ ലോകത്തിൽ സഞ്ചരിക്കുവാനും സ്വതന്ത്രമായി നമുക്ക് ആരാധനകൾ നടത്തുവാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ടാക്കിയെടുത്തത്. ആ സമയത്തും വിദേശ രാജ്യങ്ങളിൽ ചെറുതായെങ്കിലും പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉന്നതമായ വളർച്ച 26 സംവത്സരം പിന്നിടുമ്പോൾ അത് പുരാണത്തിലേക്ക് പകർന്ന് നമുക്ക് അനുഭവമാക്കിക്കൊണ്ട് മഹാശക്തി ആ തിരുവുടൽ മാറി. പുരാണത്തിൽ 12 സംവത്സരക്കാലം അത്ഭുത കലകളോടുകൂടി വാണിരുന്ന്, എന്നാൽ ശാന്തനിൽ ശാന്തനായി വാണിരുന്നുകൊണ്ട് അത്യത്ഭുതമായ പല കർമ്മങ്ങളും പല ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടത്തി. അവിടെ നിന്ന് വീണ്ടും 12 വർഷം കഴിഞ്ഞത് മകയിരത്തിലേക്ക് പകർന്ന് 17 സംവത്സരക്കാലം അത്ഭുത കലകളോടുകൂടി വാണിരുന്നു. ഇന്ന് നമ്മൾ അതിശയത്തോടുകൂടി നോക്കിക്കാണുന്ന മഹാഗോപുര നിർമ്മാണം ചെയ്യുന്ന ആ ഭൂമി ഉൾപ്പെടെ അനവധിയായ ഭൂമിയും വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള ആരാധനാലയങ്ങളും ഒക്കെ ആ തിരുശരീരത്തിലിരുന്നുകൊണ്ട് നമുക്ക് ദാനം ചെയ്തു. ഉന്നതമായ സവിശേഷതകളോടുകൂടി ഓരോ കർമ്മങ്ങളും നടത്തി തന്നു. ഓരോ കർമ്മത്തിൻ്റെയും പ്രാബല്യവും ശക്തിയും ഓരോ ശരീരവാഴ്ച കഴിയും തോറും അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതും ഈശ്വരൻ ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുന്നത് കൊണ്ട് തന്നെയാണ്. അപ്രകാരം അത്ഭുത കലകളോടുകൂടി വാണിരുന്ന 17 സംവത്സരക്കാലം വാണിരുന്ന മകയിരം നക്ഷത്രം, അതാണ് നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച 96ാമത് ജന്മനക്ഷത്ര മഹോത്സവമായി ആഘോഷിക്കുവാൻ പോകുന്നത്. ആ 17 സംവത്സരത്തിന് ശേഷം കാർത്തികയിലേക്ക് പകർന്നിരുന്ന് നിങ്ങളെ ഇപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പരിപൂർണമായും സമ്മതിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കണ്ട. ഉത്കൃഷ്ട ബോധസ്വരൂപനാകുന്ന ഈശ്വരൻ ലോകാന്ത്യം വരെ വാഴും എന്ന് കൽപ്പിച്ച കൽപ്പന ഇങ്ങനെ മാറി മാറി കാണുവാൻ നമുക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യമാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ അറിയാവുന്നവർ പലരുമുണ്ട്, അതിനെ അതേ നിലയിൽ കണ്ടറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ചെറിയതായ ചില ദുഃഖങ്ങളോ പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ ഒക്കെ വരുമ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ദുർബുദ്ധികളുമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ
ഈ അളവറ്റ സ്നേഹത്തിൻ്റെ വലിപ്പം കൃത്യമായും ഓരോ ഹൃദയങ്ങളും പകർന്നെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ നമുക്ക് സംശയങ്ങളുണ്ടാകും. സംശയമില്ലാത്ത, തർക്കമറ്റ ആ വിശ്വാസമാണ് ഗുരുവിങ്കിലേക്ക് ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ആ പരമചൈതന്യത്തിലേക്ക് ഒരു ആത്മാവിനെ അടുപ്പിച്ച് നിർത്തുന്നത്, ചേർത്തു നിർത്തുന്നത്, ആനന്ദിപ്പിക്കുന്നത്. അങ്ങനെ ആത്മാവിൻ്റെ ഉടമസ്ഥനോട് ചേർന്ന് ആനന്ദിക്കുവാൻ ആത്മനാഥൻ തന്ന ഈ ദിവ്യാനുഗ്രഹം ഒരിക്കലും മറന്നു പോകാതെ എല്ലാവരും പരമഭക്തിയോടുകൂടി തന്നെ ജീവിതം ചെയ്യുക. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 3 ദിവസം നടക്കുന്ന ജന്മനക്ഷത്ര മഹോത്സവ പരിപാടികളിൽ പ്രധാനമായി നടത്തുന്നത് എന്താണ്? സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതിൽ നിലനിർത്തിയിരിക്കുന്ന ജന്മനക്ഷത്ര സ്തുതിയാണ്. അതൊരു പ്രത്യേകതയോടുകൂടി തുടക്കം കുറിച്ചതാണ്. കാരണം സദാനന്ദ സിദ്ധ ഗുരുദേവനിൽ വാണിരുന്ന സമയത്ത് ആ അവസാന ഭാഗം വരുമ്പോൾ ശാരീരികമായി വളരെയേറെ ക്ഷീണാവസ്ഥകളുണ്ടായിരുന്നു. ആ സമയത്ത് ആ ജന്മനക്ഷത്ര മഹോത്സവം 87ാമത് ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ട് ആ ട്രസ്റ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മളെ വിട്ട് കടന്നുപോയ നമ്മുടെ ദയാനന്ദ സ്വാമി ആ മീറ്റിങ്ങിൽ വളരെ സുദൃഢമായതും വളരെ പരിപക്വമായതുമായൊരു തീരുമാനം പറയുകയുണ്ടായി. എല്ലാ അംഗങ്ങളും അതിനെ അംഗീകരിക്കുകയും അത് നടപ്പാവുകയും ചെയ്തു. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ദിവസത്തെ പരിപാടി. അന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരാൾ കാർത്തിക നക്ഷത്രത്തിൽ അവിടെ ഉണ്ടെന്നോ ആ ട്രസ്റ്റ് മീറ്റിങ്ങിലുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. ഭഗവാൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്നു, ഇപ്പം നമുക്ക് ആഘോഷങ്ങളെക്കാളും ഒരു സ്തുതി നടത്തണം. 3 ദിവസത്തെ സ്തുതിയായിട്ട് ഇപ്രാവശ്യം മകേരം ആഘോഷിക്കാമെന്ന് അന്ന് തീരുമാനിച്ചു. അന്നുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ചേർന്നത് ആഘോഷിച്ചു. അന്ന് ഭഗവാൻ ആ ശരീരത്തിലുണ്ട്. അത് കഴിഞ്ഞു വന്ന മകേരം വന്നപ്പോൾ ആ ഭഗവാൻ തന്നെ ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ കാർത്തിക മകേരം മഹോത്സവം നടത്തുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സത്യത്തിൽ അത് തുടങ്ങുകയല്ലായിരുന്നു. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കാർത്തിക മഹോത്സവം തുടങ്ങി എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. ഇതേ അനുഭവം കൂരാടത്തിലിരുന്നു കൊണ്ട് 70ാമത്തെ ജന്മദിനം മകയിരം ഗുരുപ്രസാദ് ഗുരുദേവനിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നടത്തി. സദാനന്ദ സിദ്ധ അന്ന് സ്വാമിയായിരുന്നു. ജന്മദിനം 70ാമത് ജന്മദിനം നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചതാണെന്ന്. അന്നും ആർക്കും അറിയില്ല അടുത്ത 71ാമത് ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണെന്ന്. നമ്മളൊരു ആചരണം പോലെ ഒരു സദ്യയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടത്തി. അന്ന് ഗുരുപ്രസാദ് ഗുരുദേവനിൽ ഇരുന്നുകൊണ്ടാണ് അത് നടത്തിയത്. ഇതെല്ലാം ദൈവം മുന്നമേ നിശ്ചയിക്കുന്ന കർമ്മ പദ്ധതികളാണ്. ഇതിനെ തിരിച്ചറിയാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അന്ന് അത് തിരിച്ചറിയേണ്ട ആവശ്യവുമില്ല. പക്ഷേ പിന്നീട് ഇത് അറിയുമ്പോൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭഗവാൻ ഒരു ശരീരത്തിലിരിക്കുമ്പോൾ മറ്റൊന്നിനെ നമ്മൾ ചിന്തിക്കുകയോ ആശ്രയിക്കുകയോ കരുതുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പൂർണ്ണമായും തെറ്റ് തന്നെയാണ്. പക്ഷേ പിന്നീട് ആ ശരീരത്തിലേക്ക് ഭഗവാൻ പകർന്നിരുന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്ന് ഇങ്ങനെ നടത്തിയത് ഭഗവാൻ തന്നെയാണല്ലോ, ഇത് മുന്നമേ നിശ്ചയിച്ച് ചെയ്തതാണല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരു ഉൾപ്പുളകമുണ്ടാകും. അവിടെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ദൈവത്തെയാണ്, ദൈവകർമ്മങ്ങളെയാണ്, ദൈവശക്തിയെയാണ്. അങ്ങനെ തിരിച്ചറിവോടുകൂടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഉന്നതമായ നിലയിൽ സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി നടത്തപ്പെടുവാൻ വേണ്ടി എല്ലാവരും വന്നു ചേരുക. അതുപോലെ നമ്മുടെ ഈ കർമ്മ പരിപാടികളിൽ ആവശ്യമായ ബാഹ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ
ഇപ്പോൾ തന്നെ പലരും വന്നിട്ടുണ്ട്, നാളെ വരാനുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് അതെല്ലാം പ്രവർത്തിപ്പിച്ച് ഉന്നതമായ നിലയിലെല്ലാം ഒരുക്കി ആനന്ദമായെല്ലാം നടത്തപ്പെടുവാൻ ഉത്സവം ആഘോഷിക്കാം. അത്യാനന്ദമായി ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. ഉന്നതമായി സർവകർമ്മങ്ങൾ ഒരുക്കപ്പെടട്ടെ. ഈ ആരാധന നിങ്ങൾക്കേവർക്കും ആനന്ദമായി ഭവിക്കുമാറാകട്ടെ. ദൈവം കഴിവുള്ള ദൈവമാകുന്നു, എൻ്റെ ദൈവം കഴിവുള്ള ദൈവമാകുന്നു, തന്നാൽ കഴിവില്ലാത്തതായി ഒന്നുമില്ലല്ലോ. ഏതു ദുഃഖം നേരിട്ടാലും എല്ലാം തീർത്തു രക്ഷിക്കുന്ന, ഏതു ദുഃഖം നേരിട്ടാലും എല്ലാം തീർത്തു രക്ഷിക്കുന്ന രക്ഷിതാവേ എൻ്റെ കൂടെ വാഴണേ നാഥ. ആരുമൊരു ആശ്രയം ഇല്ലാതെ അലഞ്ഞൊരു കാലം, അഭയം നൽകിയ എൻ്റെ അഖിലേശ്വര, നന്ദിയോടെ സ്തുതിക്കുന്നു, ഭക്തിയോടെ നമിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, ഭക്തിയോടെ നമിക്കുന്നു, കൈവിടാതെ കരുണയാൽ കാത്തുകൊള്ളണേ. അനുഭവ ഗുണനിധിയാണ് പരമഗുരു. അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥയിൽ സമ്പൂർണ്ണ മോക്ഷം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന പരമഗുരു ഇപ്പോൾ സാക്ഷീകരണം നടത്തിയ അനുഭവങ്ങളെ പോലെ ധാരാളം അനുഭവങ്ങൾ ലോകത്തിൽ ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ആ യഥാർത്ഥത്തിലേക്ക് എത്തുവാനുള്ള അനുഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടൊരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിൽ കൂടി ആശ്രയിക്കുകയും ആശ്രയത്തിൽ കൂടി ആശ്വാസം ഉണ്ടാവുകയും ആശ്വാസത്തിൽ നിന്ന് വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയും അങ്ങനെ വിശ്വാസത്താൽ ആശ്വാസവും ആശ്വാസത്താൽ വിശ്വാസവും പരസ്പരബന്ധിതമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ അനുഭവങ്ങൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിവിധാനുഭവങ്ങളിലൂടെ ഒരു ഏകീകരണം ഉണ്ടാകും. അപ്പോഴാണ് വിവിധ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്ന അറിവിനാലാണ് ഏകീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഏകോപിക്കുന്നത് എവിടെയാണ്? അറിവിലാണ് ഏകോപിക്കുന്നത്. ആ അറിവ് എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരുവാണ് അനുഭവമായി വരേണ്ടത്. അതാണ് പ്രകൃതി
ലോകം അറിവും കർമ്മവും പ്രകൃതി അനുഭവമായതു മൂന്നു വ്യവസ്ഥ മാനുഷരക്ഷയ്ക്കറിവും കർമ്മവും അനുഭവമായതു മൂന്നു വ്യവസ്ഥ അവതാരത്തിൽ അറിവും കർമ്മവും അനുഭവമായതു മൂന്നു വ്യവസ്ഥ മൂന്നതാണാകെ വ്യവസ്ഥ തായേകോടിക്കിനിരേക അവസ്ഥ മൂന്നതാണാകെ വ്യവസ്ഥ ഏകോടിക്കിനിരേക അവസ്ഥ പ്രകൃതി ലോകത്തിന് അറിവും കർമ്മവും അനുഭവമുണ്ട്. പ്രകൃതിലോകത്തിന് അറിവും കർമ്മവും അനുഭവമുണ്ട്. മനുഷ്യരക്ഷയ്ക്ക് അറിവും കർമ്മവും അനുഭവമുണ്ട്. മനുഷ്യരക്ഷയ്ക്ക് അറിവും കർമ്മവും അനുഭവമുണ്ട്. ഇതൊന്നുമല്ല അവതാരത്തിന്റെ അറിവും കർമ്മവും അനുഭവവുമുണ്ട്. അതുമല്ല അവതാരത്തിന്റെ അറിവും കർമ്മവും അപ്പൊ ഈ അനുഭവമുണ്ട്. പ്രകൃതി ലോകത്തിൽ അതിജീവനത്തിന് വേണ്ടി നീ അനുഭവിക്കുന്ന അനുഭവങ്ങളല്ല പൂർത്തീകരിക്കപ്പെടേണ്ടത്. പ്രകൃതിലോകത്തിൽ ഇതിന്റെ അതിജീവനത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളല്ല അത് പൂർത്തീകരിക്കപ്പെടേണ്ടത്. പൂർത്തീകരിക്കപ്പെടണമെങ്കിലും പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് അവിടെ തീരുന്നില്ല. യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് അവിടെ തീരുന്നില്ല. ആ അനുഭവത്തിന്റെ പൂർത്തീകരണത്തിലാണ് നീ മനുഷ്യനെന്നുള്ള അവസ്ഥയിലുള്ള അറിവും കർമ്മവും അനുഭവവും പൂർത്തീകരിക്കുന്നത്. ആ പൂർത്തീകരണത്തിന്റെ അവസ്ഥയിലാണ് മനുഷ്യൻ എന്നുള്ള അവസ്ഥയുടെ അറിവും കർമ്മവും അനുഭവം ആ പൂർത്തീകരിക്കുന്നത്. പ്രകൃതി ലോകത്തിലെ അതിജീവനത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നിന്റെ ഉള്ളിൽ സംഭവിച്ച് പ്രകൃതിലോകത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിച്ച് അതിനുള്ള അറിവിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ള അറിവിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് സുഖാനുഭവങ്ങൾ നിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് സുഖാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഇന്ന ഇന്ന വിധത്തിൽ സുഖമെത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായെന്ന തിരിച്ചറിവിലെത്തുമ്പോൾ ശരീരത്തിൽ സുഖമെത്താനുള്ള കാരണങ്ങൾ ഉണ്ടായെന്നുള്ള തിരിച്ചറിവ് ആ സുഖത്തെ നിലനിർത്തി ജീവിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ആ സുഖത്തെ നിലനിർത്തുവാൻ വേണ്ടി ജീവിക്കുവാനുള്ള പരിശ്രമം ആരംഭിക്കുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ആ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ വീണ്ടും അറിവുകളെ സ്വീകരിക്കാനുണ്ട്. ആ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ വീണ്ടും അറിവുകളെ സ്വീകരിക്കുവാനുണ്ട്. വീണ്ടും കർമ്മങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. വീണ്ടും കർമ്മങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. വീണ്ടും അനുഭവങ്ങളെ സ്വീകരിപ്പാനുണ്ട്. വീണ്ടും അനുഭവങ്ങളെ അങ്ങനെ സ്വീകരിക്കുവാനുണ്ട്. മാനുഷരക്ഷയ്ക്കുള്ള അറിവും കർമ്മവും അനുഭവവും നിന്നിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മനുഷ്യരക്ഷയ്ക്കുള്ള അറിവും കർമ്മവും അനുഭവവും തമ്മിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവതാരത്തിന്റെ ഉദയം സംഭവിക്കുകയാണ്. ഇരുപതായിരത്തിന്റെ ഉദയം സംഭവിക്കുക. ആ ഉദയത്തോടുകൂടി നീ പരിപൂർണ ശുദ്ധനായി തീരുകയാണ്. ആ ഉദയത്തോടുകൂടി നമ്മൾ പരിപൂർണ്ണ ശുദ്ധരായി ആ പരിപൂർണ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് ആ പരിപൂർണ്ണ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് നീ കാണുന്ന നമ്മൾ കാണുന്ന കേൾക്കുന്ന അറിയുന്ന അറിവുകളെ ഉപയോഗിച്ചുള്ള മഹത്വമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഉപയോഗിച്ചുള്ള മഹത്വമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ആ കർമ്മത്തിനൊരു അനുഭവമുണ്ട്. ആ കർമ്മത്തിനൊരു അനുഭവം. ആ അനുഭവമാണ് ആനന്ദം. ആ അനുഭവമാണ് ആ ആനന്ദത്തിൽ നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ വേണ്ടി ആ ആനന്ദത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടി അവതാര പുരുഷൻ ലോകത്തിൽ അവതാരമായി വന്ന് ഏക അറിവിനെ ഇതാ തെളിയിച്ചറിയിക്കുന്നു. മനുഷ്യ ലോകത്തിൽ തിരുവതാരമായ ഏകറിവിനെ തെളിയിച്ചറിയിക്കുന്നു. ആ ആത്മബോധം ഉദിപ്പിക്കുവാനുള്ള ദിവ്യജ്ഞാനങ്ങളെയാണ് തെളിയിക്കുന്നത്. ആത്മബോധം ഉദിപ്പിക്കുവാനുള്ള ദിവ്യജ്ഞാനങ്ങളെയാണ് തെളിയിക്കുന്നത്. ആ ഒരു ആത്മാവ് ലോകത്തിൽ വന്ന് ജീവിക്കുന്ന കാലത്ത് ആത്മാവ് ലോകത്തിൽ വന്ന് ജീവിക്കുന്ന കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും പ്രകൃതിയോട് ഇണങ്ങി നിന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നില്ല. അതിന്റെ പരിപൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നില്ല. കാരണം പ്രകൃതിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. കാരണം പ്രകൃതിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്
അതിനൊരു ഫലമുണ്ട്, അതിനൊരു അനുഭവമുണ്ട്, അതിനൊരു സുഖമുണ്ട്. പക്ഷെ അത് പൂർണ്ണ സുഖമല്ല, അത് പൂർണ്ണാനുഭവമല്ല, അത് പൂർണ്ണ ഫലവുമല്ല. പൂർണ്ണ ഫലത്തെ ദാനം ചെയ്യുവാൻ നിന്റെ ആത്മാവിന്റെ സ്വരൂപത്തെ നിന്നിൽ തെളിയിക്കുന്ന അഥവാ ആത്മബോധം ഉദിപ്പിക്കുന്ന ആത്മജ്ഞാനം തന്നെ ലഭിക്കണം. ആ ആത്മജ്ഞാനത്തെ ദാനം ചെയ്യുവാൻ കലിയുഗ പുരുഷോത്തമൻ ഉദയമായി വന്നു വാഴുന്ന കാലമാണിത്. കലിയുഗ അവതാരം എത്രയാനന്ദം, ആരാഞ്ഞറിയുന്നവർക്കു ആനന്ദം തന്നെ. ആദിയന്തമായി വാഴും ജ്ഞാനരൂപത്തെ, ആത്മാവിന്റെ രൂപമായി കണ്ടുകൊള്ളുക. ഏതു ജ്ഞാനവും ആത്മാവറിയോ, ഏതു ആത്മാവിൽ നിന്നല്ല ഒരു ജ്ഞാനമില്ലല്ലോ. കൃഷ്ണബോധസ്വരൂപനാകുന്ന ഈശ്വരനാണ് കലിയുഗത്തിൽ അവതാരമായി വാഴുന്നത്. നമ്മൾ ഈ ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിനെ ഹൃദയമെന്നും ഹൃദയത്തിനെ മനസ്സെന്നും സർവശക്തിയെ ഈശ്വരനെന്നും വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനെന്നും അങ്ങനെ പല നാമങ്ങളെ ഉപമിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോന്നും കീർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഈശ്വരൻ എന്നുള്ളത് ശുഭാനന്ദത്തിൽ നിന്നുണ്ടായ സൃഷ്ടിയാണ്. പക്ഷേ പലപ്പോഴും ശുഭാനന്ദത്തെ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞ് സംസാരിക്കാറുണ്ട്. കാരണം തന്നെ സംബന്ധിച്ചതിനൊന്നും ഭേദമില്ലല്ലോ. അന്യമായിട്ടൊന്നുമില്ല, അന്യഥാ സൃഷ്ടിയുമില്ല. അന്യമായിട്ടൊന്നുമില്ല, അന്യഥാ സൃഷ്ടിയുമില്ല. ഏകബോധം വസിക്കുന്നു സൃഷ്ടിലോകത്തിൽ.
പുരുഷൻ, അത്ഭുത പുരുഷനാകുന്ന ഏക പുരുഷൻ തന്റെ ഒരേ അവസ്ഥയിൽ നിന്നാണ് ഈ കാണുന്ന ബഹുകോടി സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. തന്റെ ഒരേ അവസ്ഥയിൽ നിന്നാണ് ഈ കാണുന്ന ബഹുകോടി സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിലോകം ബഹുത്വമായി കാണുമ്പോൾ, സൃഷ്ടിലോകം ബഹുത്വമായി കാണുമ്പോൾ, ഈ ബഹുത്വമായി നിലനിന്നുകൊണ്ട് ചിന്തിക്കുന്നതെല്ലാം ഭേദബുദ്ധിയാണ്. ബഹുത്വമായി നിന്നുകൊണ്ട് ചിന്തിക്കുന്നതെല്ലാം ഭേദബുദ്ധിയാണ്. എന്തുകൊണ്ട്? ഇതിന്റെ പുറമെ ചെറിയൊരു എണ്ണമയം പുരട്ടിയിട്ടുണ്ട്. പുറമെ ചെറിയൊരു എണ്ണമയം ഉദാഹരണത്തിന് ചിന്തിച്ചാൽ, നിങ്ങളില് പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേ. പേടിക്കണ്ട, പൊക്കിക്കോ. ഉണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. വേണ്ട, ഇഷ്ടമല്ല. ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കുറേ പേരെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും കഴിക്കുക. ഓ, അപ്പം അതുണ്ടാക്കുമ്പോൾ ഒരു ചാക്കിനകത്തിരിക്കുന്ന ആ പൊടി ഒരു പാത്രത്തിലേക്ക് ഇടും. ഇപ്പൊ പിന്നെ മെഷീനൊക്കെ ഉണ്ട്. അതിലോട്ടിട്ട് കുറച്ച് വെള്ളം, ഉപ്പ്, അതിന് ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ അങ്ങ് ചേർക്കും. എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് കുഴച്ച്, ഒരു കൈപ്പത്തി കൊണ്ടതായാലും വലിയ അളവ് തുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ചില ഭാഗങ്ങളോട് അതിലോട്ട് ചേരും. അപ്പൊ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനങ്ങ് അഡ്ജസ്റ്റ് ആവും. മുകളിൽ നിന്ന് അതിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീരുറവ് പോലെ ഉപ്പ് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് ടേബിളിലോട്ട് വെക്കും. അപ്പൊ മനോഹരമായ ഒരു വലിയ ഉണ്ട. അപ്പൊ എന്നിട്ട് അതിനെ അവര് പിച്ചാത്തി കൊണ്ട് ചെറുതാക്കും. എന്നിട്ട് അതിനെ ഉരുട്ടി ഒരു 2 പൊറോട്ട നിർമ്മിക്കാവുന്ന വലിപ്പത്തിൽ ഒരു ബോളാക്കും. എന്നിട്ട് അവനെ ഇങ്ങനെ ചേർത്ത് വെക്കും. ചേർത്ത് വെക്കുമ്പോ ഇത് ഒട്ടിപ്പോകും. കാരണം ഇത് ഒന്നിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങ് ഒട്ടിപ്പോകും. ഒട്ടാതിരിക്കാൻ പിന്നെ എന്താ ചെയ്യുന്നത്? അതിനകത്തൊരു സാധനം പുരട്ടും. അതിന് ഓരോ പേരാ ഓരോ സ്ഥലത്ത്. ഓയില് അല്ലേ? അത് ചിലടത്ത് പാം ഓയിൽ, ചിലടത്ത് സസ്യെണ്ണ, ചിലടത്ത് തവിടെണ്ണ, ചിലടത്ത് ഡാൽഡ എന്ന് വേണ്ട ഓരോന്ന് പുരട്ടും. എന്തെങ്കിലും ഒന്ന് പുരട്ടും. കാരണം ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഇത് പുരട്ടി വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇത് ഒട്ടിയിട്ടില്ല. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പൊ ഇത് 20 അരമണിക്കൂറോ കഴിഞ്ഞ് ഇത് എടുക്കുമ്പോ ഇത് പരസ്പരം പിന്നെ ചേർന്നിട്ടില്ല. ഇത് ഒന്നിച്ചിരുന്നതാണ്, നമ്മൾ വേർതിരിച്ചങ്ങോട്ട് വെച്ചാണ്. പിന്നെന്താ ചേരാതെ പോയത്? ഈ എണ്ണമയം അതിന്റെ പുറമേ കിടന്നുകൊണ്ടാണ്. ഇതുപോലെ മായയാകുന്ന ഒരു മയം ഇതിന്റെ പുറത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഏതിന്റെ പുറത്ത്? ഈ ഒന്നിൽ നിന്ന് വന്ന ഈ ആത്മാക്കളുടെ പുറത്ത് മായയാകുന്ന ഒരു മയം പുരട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മായാമയം എന്നതിന് പേര് വന്നിരിക്കുന്നത്. ആ എണ്ണമെഴുക്ക് കളയാൻ ഒരു വഴിയേ ഉള്ളൂ. നല്ല സോപ്പിട്ടം കുളിക്കണം. പറ്റുമോ? നല്ല വില കൂടിയ ഒരു സോപ്പിട്ട് കുളിച്ച. ഇപ്പൊ പുതിയ സോപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. ഓരോരുത്തരോട് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. ഞങ്ങൾ ഇന്ന പോലെ ഒരു കമ്പനി തുടങ്ങി, അതിൻ്റെ വിശിഷ്ടമായ സാധനമാണ്, ഇതിന് ഇത്ര രൂപ വിലയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് വില എന്തുവാ? സോപ്പിൻ്റെ വില എന്തുവാ? 455 രൂപ. ഞാൻ നോക്കും, 60 ഗ്രാം സോപ്പിന് 455 രൂപ. ദൈവമേ, ഇതൊക്കെ ഇട്ട് തേച്ച് കുളിക്കുന്നവൻ്റെ അവസ്ഥ എങ്ങനെ വെളുക്കും? ഞാൻ ആലോചിച്ച്, ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഞാനങ്ങ് തിരിച്ചു കൊടുക്കും. വേണമെങ്കിൽ എന്തെങ്കിലും കൂടെ തരാം, ഇത് ഏതായാലും വേണ്ട എന്ന് പറയും. അപ്പം അങ്ങനെ പലതും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രൂപപ്പെടുത്തുന്ന അവസ്ഥ ഉപയോഗിച്ച് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചാൽ ഈ എണ്ണമയം പോവുമോ? കൂടിയൊരു സോപ്പിട്ട് നമ്മൾ കുളിച്ചാൽ ഈ എണ്ണമയം പോവുമോ? പോകുന്ന സാധനമാണോ? അല്ല, ഇതിന് പറ്റിയ ഒരു മരുന്നേ ഉള്ളൂ. അതാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് ഈ തരുന്നത്. ഇത് ഇപ്പോൾ നമ്മുടെ സാക്ഷി പറഞ്ഞ കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഉപദേശം പറയാനേ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അത് പലരും സമ്മതിക്കാത്ത ഒരു സത്യമാണ്. ഉരുവിടാൻ പഠിച്ചപ്പോൾ പഠിച്ചു എന്നങ്ങ് പറയുക. ഇതിന്റെ ഓരോ അക്ഷരത്തിലും സർവജ്ഞാനമാണ്. ഞാനത് പല ആളുകളോടും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലർക്കും അത് അറിയാം. ഒരു ചന്ദ്രക്കലയ്ക്ക് പോലും അതിനകത്ത് സർവജ്ഞാനമുണ്ട്. ഒരു ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്ത് കാണുന്നതല്ല,
നമ്മുടെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചന്ദ്രക്കല ഉണ്ടല്ലോ. അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്ന ചന്ദ്രക്കല. ചില ഭാഗത്ത് ആ ചന്ദ്രക്കല കുറഞ്ഞു പോയാൽ അർത്ഥം ഒന്ന് മാറി. ചില ഭാഗത്ത് ആ ചന്ദ്രക്കല കുറഞ്ഞു പോയാൽ അർത്ഥം ഒന്ന് മാറി. കാരണം അത് സർവജ്ഞാനം സദ്ഗുരുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് വന്നതാണ്. സർവജ്ഞാനം സദ്ഗുരുവിന്റെ. അങ്ങനെ ഓരോ അക്ഷരങ്ങളിലും അടങ്ങിയിരിക്കുന്ന സർവജ്ഞാനത്തെ ഹൃദയസ്ഥമാക്കുവാൻ എന്ത് വേണം? അതിലെ ഓരോ അക്ഷരത്തിലും അടങ്ങിയിരിക്കുന്ന സർവജ്ഞാനം. അതാ ഞാൻ മുമ്പേ പാടിയത്, അറിവോടുകൂടി ആലോചിച്ചും ആശ്രയിച്ചും ചിന്തിക്കണമെന്ന് പറഞ്ഞത്. അറിവോടുകൂടി ആലോചിച്ചും ആശ്രയിച്ചും ചിന്തിക്കണമെന്ന്. അല്ലാതെ അറിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി നിന്നാൽ ഈ അറിവ് ലഭിക്കുകയില്ല. അറിവുണ്ടെന്ന് അഹങ്കാരത്തോടു കൂടി നിന്നാൽ ഈ അറിവ് ലഭിക്കുകയില്ല. ഈ ഏകമാകുന്ന ജ്ഞാനം ആത്മാവിൽ എത്തണമെങ്കിൽ ഏകത്വമെന്ന ബോധം ഏവർക്കും ഒരുപോലെ. പല വഴികളും നടക്കുന്നുണ്ട്. ശാസ്ത്രങ്ങള്, പുരാണങ്ങള്, വേദങ്ങള്, ഉപനിഷത്തുകള്, അതുപോലെയുള്ള പല മഹത് ഗ്രന്ഥങ്ങള്, അതിലെ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകള്, ഇതൊക്കെ വെച്ച് പല ശ്രമങ്ങളും ലോകത്തിൽ നടക്കുന്നുണ്ട്. എന്തിനാ? ഒന്നാക്കിയെടുക്കാൻ. അങ്ങനെ ഇതൊന്നാകുമോ? ഇതൊന്നാകണമെങ്കിൽ എന്ത് വേണം? ഒറ്റജ്ഞാനം ഉണ്ടാവണം. ഒറ്റജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കലർപ്പില്ലാത്ത ജ്ഞാനം എന്നാണ്. ഈ ബഹുവിധമായ അറിവുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മനുഷ്യനിൽ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ വർദ്ധിപ്പിക്കുന്ന അറിവുകളല്ല വേണ്ടത്. ഏകമായ അറിവ്, ഏകത്വമായ അറിവ്, ഏകനിൽ നിന്നുളവായ അറിവ്. ആത്മജ്ഞാനം ആത്മാവിൽ ഭവിച്ചെങ്കിൽ മാത്രമേ ആത്മബോധം ഉണ്ടാവുകയുള്ളൂ. ആത്മബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒന്ന് എന്ന തിരിച്ചറിവിലെത്തുകയുള്ളൂ. അങ്ങനെ നന്നാക്കി ഒന്നാക്കുവാൻ ഉദയമായ മഹാശക്തിയാണ് ശുഭാനന്ദ ദിവ്യരൂപം. ഒന്നാക്കി നന്നാക്കാനല്ല, നന്നാക്കി ഒന്നാക്കാനാണ് ഉദയമായി വന്നത്. നന്നാകാനുള്ള ജ്ഞാനമാണ് നൽകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഇതിനെ ഒന്നാക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് ഒന്നാവുകയില്ല. ഒരേ രീതിയിൽ വേഷമെടുത്താൽ ഒന്നാവുകയില്ല. വേഷങ്ങളൊന്നുമല്ല ഗുരുവിന്റെ മുന്നിൽ ആവശ്യം. ഭേദബുദ്ധിയില്ലാത്ത ജ്ഞാനം ആത്മാവിൽ ഭവിക്കണമെങ്കിലേ ഒന്നാവുകയുള്ളൂ. അങ്ങനെ ആത്മാക്കളെ ഒന്നാക്കി തീർക്കുവാനുള്ള ഒരു ഏകമാ ജ്ഞാനത്തെ ആത്മനാഥൻ നൽകുന്നു. ആ ജ്ഞാനത്തെ ആത്മബോധോദയ സംഘം എന്ന നാമത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ പേര് അതിശ്രേഷ്ഠമായ ജ്ഞാനം എന്നാണ്. അതിശ്രേഷ്ഠമായ ജ്ഞാനത്തെ ആത്മാവിലേക്ക് വളരെ നിർബന്ധപൂർവ്വം പ്രകാശിപ്പിച്ച് ഈ ചിട്ടയായ ജീവിത വഴികളിലൂടെ നടത്തി ഉന്നതമായ ആദർശത്തെ നിങ്ങളുടെ ഉൾക്കുരുന്നിൽ പ്രകാശിപ്പിക്കുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാനുസരണമായ ഗതിവിഗതികൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാക്കളിൽ ഉണ്ടായേക്കാവുന്ന പോരായ്മകളെ, കുറവുകളെ, അബദ്ധചിന്തകളെ ഇതെല്ലാം മുന്നമേ അറിഞ്ഞുകൊണ്ട് ഈ ഏകമായ ജ്ഞാനത്തെ കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കലർപ്പില്ലാത്ത ദൈവം തന്നെ, കലർപ്പില്ലാതെ ലോകത്തിൽ വാഴുവാൻ, കലർപ്പില്ലാത്ത ദേഹങ്ങളെ സ്വീകരിക്കുവാൻ തീരുമാനം ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ കാണുവാനും ഇപ്രകാരം ആനന്ദിക്കുവാൻ ഇവിടെയായി തീർന്നിരിക്കുന്നത്. ഇത്ര മഹാഭാഗ്യം സിദ്ധിച്ചോരില്ലാരും, ഇത്ര മഹാഭാഗ്യം സിദ്ധിച്ചോരില്ലാരും
അന്വേഷിച്ചലഞ്ഞ ആത്മമിത്രങ്ങളെ, വൻതപസ്സനുഷ്ഠിച്ച മഹർഷീശ്വരന്മാരെ, നിത്യപൂജ ചെയ്ത് ജീവിതം ചെയ്ത ദേവീദേവന്മാരെ, പാദസേവനങ്ങൾ ചെയ്ത ദൂതപരമ്പരകളെ, വൻതപസ്സനുഷ്ഠിച്ച മഹാപ്രകൃതിയെ സർവരെയും ദർശിക്കുവാൻ, സർവത്തെയും അനുഗ്രഹിക്കുവാൻ മഹാശക്തി നേരിട്ട് അവതാരമായി വന്നിരിക്കുന്ന കാലമാണിത്. അതിന്റെ മഹത്വം അറിഞ്ഞ് ഓരോ കൽപ്പനകളെയും ശിരസാവഹിച്ച് ആശ്രയത്തോടുകൂടി, ആരാധനയോടുകൂടി, നിത്യപൂജയോടുകൂടി ഓരോരുത്തരും ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. 17 സംവത്സരക്കാലം അത്ഭുതകലകളോടുകൂടി ആനന്ദരൂപനായി, അതിശക്തനായി, ധീരനായി വാണിരുന്ന പൊന്നു തിരുമേനിയുടെ ആ മഹാമകീരൻ ജന്മനക്ഷത്രം, 96ാമത് മകീരൻ ജന്മനക്ഷത്രം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ വേണ്ടി എല്ലാവിധ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 51ാമത് കാർത്തികയെ ഒരുങ്ങുകയാണ്. 3 ദിനങ്ങളിലായി ആഘോഷങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തേണ്ടതും, അതിന് വേണ്ടുന്നതെല്ലാം ഇവിടെ എത്തിക്കേണ്ടതും, പങ്കെടുക്കേണ്ടതും, വൻപിച്ച വിജയമാക്കേണ്ടതും ആരുടെ കടമയാണ്? അവരവരുടെ കടമയാണെന്ന് ഓർമ്മയുള്ളവർ, ശ്രദ്ധയുള്ളവർ എന്ന് കൈയുയർത്തി കണ്ടാൽ കൊള്ളാം. അങ്ങനെയെങ്കിൽ എല്ലാവരും സന്തോഷമായി ഇവിടെ എത്തിച്ചേരുക. എല്ലാ ഹൃദയങ്ങളെയും ദർശിക്കുവാനും, അനുഗ്രഹിക്കുവാനും, ആനന്ദിപ്പിക്കുവാനും കരുണാധീത പ്രത്യക്ഷമായി ഇവിടെ നിലകൊള്ളുന്നു. എല്ലാ ഉന്നതമായ നിലയിൽ നടത്തപ്പെടട്ടെ. ജന്മനക്ഷത്ര സ്തുതി ആനന്ദാഘോഷമായി ഭവിക്കട്ടെ. നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. യാതൊരു തടസ്സവും കൂടാതെ ഇത് എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് ഉറ്റുപ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം നമ്മുടെ സമ്മേളനം അല്പസമയം മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ 2:30 നടത്തുന്നത്, ഇപ്രാവശ്യം 4 മണിയെന്ന് ആക്കിയിട്ടുണ്ട്. അതിനിടയിലുള്ള സമയത്ത് ഒരു സംഗീത അർച്ചന വെച്ചിട്ടുണ്ട്. അപ്പൊ ആരാധന കഴിഞ്ഞ് ആഹാരവും കഴിച്ച് ആ സംഗീതാർച്ചനയിൽ പങ്കെടുക്കുമ്പോഴേക്കും സമ്മേളനം ആരംഭിക്കും. അപ്പോ ഗവർണറെത്തും, ആനന്ദവനം സ്വാമിയെത്തും, നമ്മുടെ ബഹുമാന്യായ സജി ചെറിയാൻ മന്ത്രിയെത്തും, അതുപോലെ വിശിഷ്ട അതിഥികളൊക്കെ എത്തും. ഉന്നതമായ നിലയിൽ ആ സമ്മേളനം നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. ഇന്നിപ്പോൾ പല ശാഖകളിൽ നിന്നും നമ്മുടെ സന്താനങ്ങൾ വന്നു ചേർന്ന് ഈ ആരാധനയിൽ ഇവിടെ നേരിട്ട് സംബന്ധിക്കാതെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നവർ ഇതിൽ സംബന്ധിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ്. അവർ ആ കർമ്മം ചെയ്തുകൊണ്ട് ഈ വാക്കുകളെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ കർമ്മത്തിന്റെ ഫലവുമുണ്ട്, ആരാധനയുടെ ഫലവുമുണ്ട്. അതെല്ലാം അവർക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. എല്ലാവരും ഈ വിധത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഓരോരുത്തരും പ്രാപ്തരായി ഉയരുവാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ കർമ്മം കൊണ്ടല്ലാതെ കലിയുഗത്തിൽ മോക്ഷത്തിന് വേറെ മാർഗമില്ല. ഈ പരമോത്കൃഷ്ടമായ കർമ്മങ്ങൾക്ക് ഉപോത്ബലകമായ ഉത്കൃഷ്ട കർമ്മങ്ങൾ ചെയ്ത് ഉത്കൃഷ്ട ഫലത്തെ നിങ്ങളുടെ ആത്മാവിൽ സ്വീകരിച്ചാൽ കൂടുതൽ കൂടുതൽ തത്വചിന്ത നിങ്ങളിലേക്ക് ഉദയം ചെയ്യുകയും ഉന്നതമായ ചിന്തകളിലൂടെ ഉന്നതമായ കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പ്രാപ്തി ഉണ്ടാവുകയും നിഷ്കളങ്കത്വത്തെ ആത്മരൂപമായി പ്രത്യക്ഷീഭവിക്കുവാനും ഇടയാകും. ആ പ്രത്യക്ഷീകരണത്തിലാണ് നിങ്ങൾക്ക് നിഷ്കാമകർമ്മം ചെയ്യാൻ അറിവുണ്ടാകുന്നത്.
നിഷ്കളങ്കമാകാതെ നിഷ്കാമകർമ്മം ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ നിഷ്കാമകർമ്മത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ നിഷ്കളങ്കജ്ഞാനം നിങ്ങളിൽ ഉണ്ടായെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ആ നിഷ്കളങ്കാഭ നിങ്ങളുടെ ആത്മാവിൽ കാണുവാൻ തക്കവിധം ഉന്നതമായ കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിനത്തിൽ കുറച്ചു നേരത്തെ ഞാൻ ആരാധന നിർത്താൻ തീരുമാനിച്ചുകൊണ്ടാണ് സാക്ഷീകരണം കുറച്ചത്. കാരണം വള്ളിക്കാവിൽ ഒരു ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു മരണാനന്തര കർമ്മം നടക്കാനുണ്ട്. അതുകൂടാതെ പ്രധാനമായുള്ളത് വളരെ വിദൂരത്തിലുള്ളവർ നാളെ വരേണ്ടവർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ വിധത്തിൽ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അല്പം നേരത്തെ ആരാധന നിർത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അനുഗ്രഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇന്ന് ആരാധനയ്ക്ക് അനുഗ്രഹം കുറവായിരുന്നു എന്ന് അനുഭവമുള്ളവരൊന്ന് കൈവരുത്തി കണ്ടാക്കൊള്ളാം. ഇല്ല, അനുഗ്രഹമുണ്ട്. അനുഗ്രഹത്തിൽ നിറകുടമേ തിരുകൃപയാൽ ചൊരിയണമേ. നിറകുടമായ ജഗദീശ്വരൻ പ്രത്യക്ഷമായി നിന്ന് ജന്മനക്ഷത്ര മഹോത്സവം ആനന്ദമായി നടത്തട്ടെ. ആനന്ദമായി സർവ്വതും നടത്തുവാൻ, ആനന്ദമായ ആത്മലോകത്തെ വാർത്തു തീർത്തെടുക്കുവാൻ, ഉന്നതമായ ബ്രഹ്മജ്ഞാനങ്ങളെ ആത്മാവിൽ ഭവിപ്പിക്കുവാൻ ബ്രഹ്മാവ് അവതാരമായി വന്ന് ലോകത്തിൽ വാഴുന്നു എന്നുള്ള പരമസത്യത്തെ ആത്മലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ഒരു മഹാവിളംബര ഗോപുരം നിർമ്മിക്കുന്നു. അത്യുന്നതവും അതിശ്രേഷ്ഠവുമായ ആ മഹാശില്പം, ആ മഹാസ്തംഭം, ആ മഹാദീപസ്തംഭം, ആ മഹാചൈതന്യസ്തംഭം ലോകത്തിലേക്ക് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും നല്ല വിളവുകൾ ലോകത്തിലേക്ക് വാരി വിതറുന്നതാണ്. അത് ആത്മലോകത്തിൽ അനുഭവമാകുവാൻ തക്കവിധം മഹാശക്തി നേരിട്ട് അത് പൂർത്തീകരിക്കുമാറാകട്ടെ. അതിന്റെ ഉന്നതമായ വ്യവസ്ഥകളെ സ്വീകരിപ്പാൻ തക്കവിധം ദൈവത്താൽ സൃഷ്ടിച്ച് ദൈവത്താൽ നിയോഗിച്ച് ഈ സന്നിധിയിൽ എത്തിച്ച ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉന്നതമായ നിലയിൽ അത് പൂർത്തീകരിക്കപ്പെടട്ടെ. നടക്കാനിരിക്കുന്ന ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ഒന്നിനൊന്നുപരിയായി എല്ലായിടത്തും നടത്തപ്പെടുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. നമ്മുടെ കന്യാകുമാരിയിലുള്ള ആമ്പാടി ആശ്രമത്തിന്റെ പുനഃപ്രതിഷ്ഠാകർമ്മവും വാർഷികവും അടുത്തു വരികയാണ്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ പാലക്കാട് ശാഖാശ്രമത്തിന്റെ രജത ജൂബിലി ആഘോഷമാണ് അടുത്തു വരുന്നത്. അത് ഉന്നതമായ നിലയിൽ നടത്തുവാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയും പരമാവധി സന്താനങ്ങൾ പോയി പങ്കെടുക്കണമെന്ന്
ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അവിടേക്ക് പോകുവാൻ വേണ്ടി ഒരു പ്രത്യേക വാഹനം ഇവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നടക്കാനുള്ള സർവ്വ ശാഖാശ്രമ വാർഷികങ്ങളും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഉന്നതനാകുന്ന ദൈവം തിരുവെഴുന്നള്ളത്തായി നിന്ന് അത്ഭുതമായും ആനന്ദമായും ഓരോ കർമ്മങ്ങളും നടത്തട്ടെ. സർവ അജ്ഞാന ശക്തികളെയും ദൂരീകരിക്കട്ടെ. ആത്മപ്രഭാകരൻ തുള്ളിക്കളിക്കട്ടെ. ഉന്നതമായ ഈ ശാഖാശ്രമങ്ങൾ രണ്ടിടത്തായി പണി കഴിപ്പിക്കുന്നു. ആ പുനർനിർമ്മാണ കർമ്മങ്ങളെല്ലാം മനോഹരമായി പൂർത്തീകരിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച ആ ഓമന സന്താനങ്ങൾ ഈ സത്യത്തിൽ കൂടി അടിയുറച്ച് ജീവിതം ചെയ്ത് ഉന്നതമായ പരമാനന്ദത്തിൽ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവ്വ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവാഘോഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കാനുള്ള ഉത്സവങ്ങൾ ഉന്നതമായി ജഗദീശ്വരൻ നടത്തട്ടെ. വിദേശ രാജ്യങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ സന്താനങ്ങൾക്കും വേണ്ടി ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അത്തലാപത്തുകൾ കൂടാതെ ദുഃഖദുരിതങ്ങൾ കൂടാതെ സർവശക്തിയുടെ മഹാതൃക്കരങ്ങളിൽ സർവരെയും കരുതി രക്ഷിക്കുമാറാകട്ടെ. സർവർക്കുമായി മഹാശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. മഹാശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ.